നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചാലിയാർ ഒരു മൃതദേഹപ്പുഴയായി മാറിയ ദിവസങ്ങൾ നമ്മൾ അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. ഇപ്പോഴിതാ വീണ്ടും ദിവസങ്ങൾക്കിപ്പുറം ഒരു മാസത്തോളം കഴിയുകയാണ് വയനാട്ടിൽ ആ വൻ ദുരന്തമുണ്ടായിട്ട്. എന്നിട്ടിപ്പോഴും ചാലിയാറിൽ മൃതദേഹങ്ങൾ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ചാലിയാറിൽ നിന്ന് വീണ്ടും ശരീരഭാഗം കണ്ടെത്തി. മലിനജലം കയറിയ കിണറുകൾ വൃത്തിയാക്കുന്നതിനിടയിൽ ഡ്രോമ കെയർ പ്രവർത്തകരാണ് പുഴയോരത്ത് ശരീരഭാഗം കണ്ടെത്തിയത്. പോലീസ് എത്തി ശരീരഭാഗം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ വ്യക്തിയുടേതാണ് ശരീരഭാഗമെന്നാണ് കരുതുന്നത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ നിരവധി മൃതദേഹങ്ങൾ നേരത്തെ പോത്തുകല്ല് മേഖലയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. അന്ന് കണ്ടെടുത്ത ശരീരഭാഗങ്ങളും മൃതദേഹങ്ങളും പിന്നീട് വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പുഴയോരത്ത് മൃഗങ്ങളുടെയും മറ്റും ജഡങ്ങളും നേരത്തെ അടിഞ്ഞിരുന്നു. അതേസമയം 400-ലധികം പേരുടെ മരണത്തിനിടയാക്കിയ വൻ ഉരുൾപൊട്ടലിന് സാക്ഷ്യം വഹിച്ച വയനാടിനെ പുനരുജ്ജീവിപ്പിക്കാൻ അഭ്യർത്ഥനയുമായി രാഹുൽ ഗാന്ധി രംഗത്ത്. ദുരന്തം ജില്ലയുടെ ഒരു ഭാഗത്തെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂവെന്നും വയനാട് മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമായി തുടരുന്നുവെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വയനാട്ടിലെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുന്നതായും രാഹുൽ ഗാന്ധി ഊന്നിപ്പറയുന്നു. രാഹുൽ ഗാന്ധി 2019 മുതൽ 2024 വരെ ലോക്സഭയിൽ വയനാടിനെ പ്രതിനിധീകരിച്ചിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വയനാട് മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുവെങ്കിലും തന്റെ ബദൽ സീറ്റായ റായ്ബറേലി നിലനിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. കേരളത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുമായും മണ്ഡലത്തിൽ നിന്ന് പൊതു ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുമായും നടത്തിയ വെർച്വൽ മീറ്റിംഗിലാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത്. വയനാട്ടിലെ ടൂറിസം പുനരുജ്ജീവിപ്പിക്കാൻ കൂട്ടായ ശ്രമം അനിവാര്യമാണെന്നും യോഗത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞു. വയനാടിന്റെ ഒരു പ്രത്യേക പ്രദേശത്താണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. മുഴുവൻ മേഖലയിലല്ല. വയനാട് അതിമനോഹരമായ ഒരു ലക്ഷ്യസ്ഥാനമായി തുടരുന്നു. ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ അതിന്റെ എല്ലാ പ്രകൃതി മനോഹാരികളോടുകൂടിയും സ്വാഗതം ചെയ്യാൻ ഉടൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു. വടക്കൻ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിൽ നിർണായകമായ ഒരു പ്രധാന മേഖലയാണ് ടൂറിസമെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി.